ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സൈപ്രസിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഉഭയകക്ഷി ചർച്ച. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന തുടരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടേതുൾപ്പെടെ 32 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ച സംഭവം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും. മിസൈൽ ആക്രമണങ്ങൾ സ്വയം പ്രതിരോധത്തിനെന്നും ഇസ്രയേൽ സൈനിക നീക്കം നിർത്തിയാൽ ആക്രമണം അവസാനിപ്പിക്കുമെന്നും ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. കാറ്റിൽ നിന്നുള്ള ഇന്ത്യയുടെ ഊർജ്ജശേഷി 10% വർദ്ധിച്ച് 51.5 ജിഗാവാട്ടായി ഉയർന്നതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡുലിദീസ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ലെവസോസിൽ ഇന്ത്യൻ സൈപ്രസ് സംരംഭകരുമായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നിക്കോസിയയിൽ സൈപ്രസ് പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, ഡിജിറ്റൽ സഹകരണം, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ പ്രധാന മേഖലകൾ ചർച്ചകളിൽ ഉൾപ്പെടും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നിവയുൾപ്പെടെ വിശാലമായ അന്താരാഷ്ട്ര വികസനങ്ങളെക്കുറിച്ചും നേതാക്കൾ കാഴ്ചപ്പാടുകൾ കൈമാറും. G7 ഉച്ചകോടിക്കായി കാനഡയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ഉച്ചഭക്ഷണത്തോടെയാണ് സന്ദർശനം അവസാനിക്കുക. സൈപ്രസ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും മെഡിറ്ററേനിയൻ മേഖലയിലും യൂറോപ്യൻ യൂണിയനിലും സുപ്രധാന പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ സഖ്യരാജ്യങ്ങൾ നൽകുന്ന ഉറച്ച പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനും ആഗോളധാരണ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം കൂടിയാണ് ത്രിരാഷ്ട്ര പര്യടനമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സൈപ്രസിന് പിന്നാലെ കാനഡയും ക്രൊയേഷ്യയും പ്രധാനമന്ത്രി സന്ദർശിക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധനകൾ തുടരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടേതുൾപ്പെടെ 32 പേരുടെ മൃതദേഹങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു. ഇതിൽ 14 മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി. ഗാന്ധിനഗർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ DNA പരിശോധന 24 മണിക്കൂറും തുടർച്ചയായി നടക്കുന്നതായി ലബോറട്ടറി ഡയറക്ടർ HP സാങ്വി അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിന് സമീപം ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ച സംഭവം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും. കേദാർനാഥിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പോയ കോപ്റ്റർ ഇന്ന് രാവിലെയാണ് ഗൌരികുണ്ടിന് സമീപം തകർന്നത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ചാർധാമിലേക്കുള്ള എല്ലാ ചാർട്ടർ ഷട്ടിൽ ഹെലികോപ്റ്റർ സർവീസുകളും നാളെ വരെ നിർത്തിവെച്ചു. സംഭവത്തെ തുടർന്ന് സുരക്ഷാ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കാൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സംസ്ഥാന വ്യോമയാന വികസന അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ഇസ്രയേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ സ്വയം പ്രതിരോധത്തിനാണെന്നും ഇസ്രയേൽ സൈനിക നീക്കം നിർത്തിയാൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്നും ഇറാൻ. അയൽരാജ്യങ്ങളിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറഞ്ഞു. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇസ്രയേലിന്റെ നടപടികളെന്നും ഇറാൻ മന്ത്രി ആരോപിച്ചു. ഇന്നലെ രാത്രി ഇറാൻ ആരംഭിച്ച മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ കുട്ടികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെടുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 80 പേർ മരിച്ചതായും 320 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ മന്ത്രി അറിയിച്ചു. ടെഹ്റാനിലെ എണ്ണ സംഭരണശാലയിൽ വലിയ തീപിടുത്തമുണ്ടായി. റോക്കറ്റ് ആക്രമണം തുടരുമ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സംഘർഷത്തെ തുടർന്ന് 6ാം റൌണ്ട് അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾ റദ്ദാക്കി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും ഇന്ത്യൻ പൌരന്മാർക്ക് എംബസി നിർദ്ദേശം നൽകി. പുതുക്കിയ വിവരങ്ങൾ ലഭിക്കുന്നതിന് എംബസിയുടെ ടെലഗ്രാം ലിങ്കിൽ ചേരാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് പോലീസിൽ പുതുതായി നിയമിക്കപ്പെട്ട 60,000-ലധികം കോൺസ്റ്റബിൾമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമന പത്രങ്ങൾ വിതരണം ചെയ്തു. 12,000-ലധികം വനിതകളും ഇതിൽ ഉൾപ്പെടുന്നു. ഏതെങ്കിലും സുരക്ഷാ സേനയിൽ ഇത്രയധികം സ്ത്രീകൾക്ക് ഒരുമിച്ച് നിയമന പത്രങ്ങൾ ലഭിക്കുന്നത് ഇതാദ്യമായാണ്. മുൻപ് രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിൽ നക്സൽ പ്രവർത്തനങ്ങൾ വ്യാപകമായിരുന്നുവെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇപ്പോൾ 3 ജില്ലകളിൽ മാത്രമാണ് നക്സലിസം ഉള്ളതെന്നും അടുത്ത വർഷം മാർച്ചോടെ രാജ്യം നക്സലിസത്തിൽ നിന്ന് മുക്തമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 11 राज्य में नक्सलवाद हुआ करता था, 11 साल में
11 राज्य में से नक्सलवाद अब 3 जिलों में बचा है। और मेरी बात याद रखना, 31/3/2026 को ये देश नक्सलवाद से मुक्त हो जाएगा। ഓപ്പറേഷൻ സിന്ദൂറിൽ പൌരന്മാർ നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ ഇന്ത്യൻ സൈന്യം. പൌരന്മാരിൽ നിന്ന് ലഭിച്ച കത്തുകൾ സൈന്യം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ജനങ്ങളുടെ വാക്കുകൾ ആത്മവിശ്വാസവും ആവേശവും പകരുന്നവയാണെന്ന് സൈന്യം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിൽ കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായ വികസിത നിലമ്പൂർ രൂപരേഖയുടെ പ്രകാശനം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു. കാറ്റിൽ നിന്നുള്ള ഇന്ത്യയുടെ ഊർജ്ജശേഷി കഴിഞ്ഞ വർഷം 46.42 നിന്ന് 10% വർദ്ധിച്ച് 51.5 ജിഗാവാട്ടായി ഉയർന്നതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. നൂതനാശയങ്ങൾ, ഹരിത സാങ്കേതികവിദ്യ, സുസ്ഥിര പുരോഗതി എന്നിവയാൽ രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖല അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് ശ്രീ ജോഷി പറഞ്ഞു. Changes were made by the government. In 2014, our renewable energy, especially in solar, it was just 0.242 gigawatt. Today we are 110 gigawatt renewable energy in just 10 years. Like that, it was some 21-22 gigawatt of the wind power. Today we are 51 gigawatt. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 2030ഓടെ പുനരുപയോഗ ഊർജ്ജശേഷി 500 ജിഗാവാട്ടായി ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ജലസേചന വകുപ്പ് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ, കാസർകോട്ടെ കരിയങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തമിഴ്നാട്, കർണാടകയിലെ തീരമേഖലകളും തെക്കൻ കർണാടകയും കൊങ്കൺ മേഖല, ഗോവ, മഹാരാഷ്ട്രയിലെ 2 ജില്ലകൾ എന്നിവിടങ്ങളിലും ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഡൽഹിയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ കാറ്റും മഴയും മേഖലയിലെ താപനില ഗണ്യമായി കുറയ്ക്കുകയും തീവ്രമായ ഉഷ്ണതരംഗത്തിൽ നിന്ന് ആശ്വാസമേകുകയും ചെയ്തു. വായു നിലവാരം മെച്ചപ്പെടുത്താനും ഇത് സഹായമായി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വളർച്ചയിൽ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകിയതും ആണവ മേഖലയെക്കുറിച്ചുള്ള പ്രഖ്യാപനവും കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. And you must have realized the intent of this government over the last 10 years. Some of the most unexpected decisions taken which were not even demanded for, like for example opening the space to the private sector, and also this year the announcement to open the nuclear sector. Now these are 2 departments which had reconciled to function with it behind a veil of secrecy. സേവനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് നവീകരണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ 3ാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സൈപ്രസിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഉഭയകക്ഷി ചർച്ച. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന തുടരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടേതുൾപ്പെടെ 32 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ച സംഭവം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും. മിസൈൽ ആക്രമണങ്ങൾ സ്വയം പ്രതിരോധത്തിനെന്നും ഇസ്രയേൽ സൈനിക നീക്കം നിർത്തിയാൽ ആക്രമണം അവസാനിപ്പിക്കുമെന്നും ഇറാൻ.
കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. കാറ്റിൽ നിന്നുള്ള ഇന്ത്യയുടെ ഊർജ്ജശേഷി 10% വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.